തദ്ദേശ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് തൊട്ടുമുമ്പ് നവീകരണത്തിന്റെ പേരിൽ പൊളിച്ചിട്ട വാടാനംകുറിശി വല്ലപ്പുഴ റോഡിന്റെ പ്രവേശന ഭാഗം ഉടൻ സഞ്ചാരയോഗ്യമാക്കണമെന്ന് കോൺഗ്രസ്. പട്ടാമ്പി എംഎൽഎയുടെയും ഓങ്ങല്ലൂർ പഞ്ചായത്ത് 10-ാം വാർഡ് ജനപ്രതിനിധിയുടെയും അനാസ്ഥയാരോപിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രദേശത്ത് ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു. വാടാനംകുറിശി വല്ലപ്പുഴ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ബസ് റൂട്ട് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പാത 2 ആഴ്ചയോളമായി പൊളിച്ചിട്ട നിലയിലാണ്. പഞ്ചായത്ത് ജനപ്രതിനിധിയുടെ വീഴ്ചകൾ ജനകീയ വിചാരണ നടത്തി കുറ്റപത്രം വായിച്ചാണ് റോഡ് തകർച്ചയ്ക്കെതിരെ കോൺഗ്രസ് പ്രതിഷേധിച്ചത്. 1 മാസം മുമ്പാണ് MLA ഫണ്ടിൽ നിന്ന് റോഡിനായി തുക അനുവദിച്ചതെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രവൃത്തിയുടെ ഉദ്ഘാടനം തിരക്കിട്ട് നടത്തി റോഡ് പൊളിച്ചിടുകയായിരുന്നെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നു. ജനങ്ങളെ കബളിപ്പിക്കുന്ന നിലപാടാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് LDF പ്രതിനിധികൾ നടത്തിയതെന്നും ഇത് ജനങ്ങൾക്ക് യാത്രാദുരിതം സമ്മാനിച്ചതിനൊപ്പം റോഡിൻ്റെ പ്രവേശന ഭാഗത്തെ കയറ്റം വൻ അപകട ഭീഷണിയിലാണെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട വോട്ടിനു വേണ്ടിയുള്ള സമരമല്ല ഇതെന്നും ജനങ്ങളുടെ യാത്രാദുരിതം പരിഹരിക്കുന്നതിനുള്ള പോരാട്ടമാണെന്നും പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി രൂപേഷ് പറഞ്ഞു. ഒരു വല്ലപ്പുഴയിലേക്ക് ബസ് സർവീസ് കൂടിയുള്ള റോഡ് ഇത്തരത്തിൽ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ വീഴ്ച തന്നെയാണ്. ആ വീഴ്ചയിൽ ഉത്തരം പറയേണ്ടത് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തന്നെയാണ്. കേവലം ഇലക്ഷൻ സമയത്ത് കൊട്ടിഘോഷിക്കപ്പെട്ട് MLAയുടെ 25 ലക്ഷം രൂപ ഫണ്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് വെച്ചത് കൊണ്ട് മാത്രമായില്ല. ആ ബോർഡ് വെച്ചതിൻ്റെ അത് പ്രാവർത്തികമാക്കാനുള്ള നടപടികളും ഈ സ്ഥലം MLAയുടെയും വാർഡ് മെമ്പറുടെയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും നേതൃത്വത്തിൽ ഉണ്ടാവണം എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 10-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിക്ക് പറയാനുള്ളത്. VP ഹാജിയാർ അധ്യക്ഷത വഹിച്ചു. 10-ാം വാർഡിൽ യാത്രാദുരിതം സമ്മാനിച്ച് മറ്റൊരു വാർഡിലേക്ക് മത്സരിക്കാൻ പോയ ജനപ്രതിനിധി ഒരു പ്രദേശത്തോട് വലിയ വഞ്ചനയാണ് ചെയ്തതെന്നും ജനങ്ങളുടെ യാത്രാദുരിതം പരിഹരിക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടിയുണ്ടായില്ലെങ്കിൽ മുൻ മെമ്പറുടെ വീട്ടുപടിക്കലായിരിക്കും ഇനി സമരമെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ PM ബ്രിജേഷ് മുന്നറിയിപ്പ് നൽകി. ഈ റോഡ് യുദ്ധകാലാടിസ്ഥാനത്തിൽ സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ സ്ഥാനാർത്ഥിയായ നിങ്ങളുടെ വീട്ടുപടിക്കലായിരിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അടുത്ത സമരമെന്ന് ഈ വേളയിൽ പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് വെറുമൊരു മുന്നറിയിപ്പല്ല. നാളെ ഞങ്ങളുടെ പ്രതിനിധി ജയിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ പ്രതിനിധി എന്ന് പറയുമ്പോൾ ജയിക്കുന്നത് ഇവിടെ ഒരു വ്യക്തിയല്ല. ഞങ്ങളുടെ പ്രതിനിധി ജയിക്കുമ്പോൾ ഇവിടെ ജയിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരിക്കും. നിർഭാഗ്യവശാൽ നമുക്ക് ഒരു തെറ്റുപറ്റി, ആ തെറ്റ് തിരുത്തുക എന്നുള്ളതാണ് ഇനി നമുക്ക് മുന്നിലുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഞങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ഈ പാത അധിക ദിവസം ഞങ്ങൾക്ക് കാത്തിരിക്കാനാവില്ല. 10-ാം വാർഡ് UDF സ്ഥാനാർത്ഥി TP രാജീവ്, 6-ാം വാർഡ് സ്ഥാനാർത്ഥി നിസാർ, കോൺഗ്രസ് നേതാക്കളായ PP മോഹനൻ, TM ഗോപികൃഷ്ണൻ, അസീസ് വട്ടപ്പറമ്പിൽ, അനീഷ് തേറ്റപ്പറമ്പിൽ, സുന്ദരബാബു, കുഞ്ഞുമണി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ.